വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ഫാർമക്കോളജി 3 സബ്ജക്റ്റിലെ ഡ്രഗ്സ് യൂസ്ഡ് ഇൻ മാനേജ്മെന്റ് ഓഫ് COPD എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് COPD? COPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്. അതായത് ക്രോണിക് എന്ന് പറഞ്ഞാൽ എന്താ, ഫോർ എ ലോങ് ടേം അല്ലെങ്കിൽ ഫോർ ലോങ് ടൈം നിൽക്കുന്ന ഡിസീസസിനെയാണ് നമ്മൾ ക്രോണിക് ഡിസീസസ് എന്ന് പറയുക. ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തടസ്സം, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ബ്ലോക്കേജ്. പൾമിനറി എന്ന് പറഞ്ഞാൽ ലങ്സുമായിട്ട് റിലേറ്റഡ് ആണ് നമ്മൾ പൾമിനറി എന്ന് പറയുക. അപ്പോൾ ഈ ഒരു COPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസ്. ഒരു ലങ് ഡിസീസ് ആണ്. അത് എയർ ഫ്ലോനെ ബ്ലോക്ക് ചെയ്തിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കോസ് ചെയ്യും. ഈ COPD ഉണ്ടാവാൻ രണ്ട് മോസ്റ്റ് കോമൺ കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന് ക്രോണിക് ബ്രോങ്കൈറ്റിസും അതുപോലെ തന്നെ എംഫസീമ. ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോങ്കൈൻ്റെ ലൈനിങ്ങിൽ വരുന്ന ഇൻഫ്ലമേഷനെയാണ് ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുക. അത് കഫ് അതുപോലെ തന്നെ മ്യൂക്കസ് പ്രൊഡക്ഷൻ കോസ് ചെയ്യും. എംഫസീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽവിയോളൈ ഡിസ്ട്രക്ഷൻ ആണ്. ഓക്കെ, പിന്നെ ഈ COPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ അല്ല, ഇറിവേഴ്സിബിൾ ഡിസീസ് കണ്ടീഷനാണ് COPD. ഇനി നമുക്ക് എങ്ങനെ ഇതിനെ ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ മാനേജ് ചെയ്യാം. ഇതിനെ ട്രീറ്റ് ചെയ്യാനോ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് എന്ത് ചെയ്യാം, ബ്രോങ്കൈൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാം. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് സിംറ്റംസിനെയും കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുക. അടുത്തത് അതിൻ്റെ സിംറ്റംസ് ആണ്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ട്, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, കഫ്, മ്യൂക്കസ് പ്രൊഡക്ഷൻ, വീസിങ്, ഫാറ്റിക്, വെയിറ്റ് ലോസ്, ചെസ്റ്റ് പ്രഷർ. ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് വരുന്നത്. കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% കാരണം എന്താണ്, സ്മോക്കിംഗ് ആണ്. പിന്നെ എയർ പൊല്യൂഷൻ, ഓക്യുപ്പേഷൻ, ഡസ്റ്റ് ആൻഡ് കെമിക്കൽ, സിവിയർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഇതിന് കാരണമാണ്, വരാനുള്ള കാരണമാണ്. അടുത്തത് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറിവേഴ്സിബിൾ ആണ് അല്ലേ. അപ്പോൾ ഇതിനെന്ത് ചെയ്യില്ല, ഒരു പ്രത്യേക നോ ക്യൂർ ഫോർ COPD. ഓക്കെ, ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഡ്രഗ്സ് ഒന്നും ഇല്ല. ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ അവിടെ മാറ്റം വരിക, ഒന്ന് സിംറ്റംസ് കുറയ്ക്കാൻ പറ്റും, കോംപ്ലിക്കേഷൻസ് കുറച്ചിട്ട് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് വെച്ച് ചെയ്യാൻ പറ്റുക. അതിൻ്റെ മാനേജ് ചെയ്യാൻ പറ്റും. അതായത് സിംറ്റംസിനൊക്കെ നമുക്ക് കുറച്ച് എന്താ പറയുക ശ്രദ്ധിച്ചിട്ട് നമുക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനും അതുപോലെ തന്നെ സിംറ്റംസ് കുറയ്ക്കാനും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതാണ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. സെൽഫ് കെയർ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്വയം കെയർ ചെയ്യുക. അതായത് സ്മോക്കിംഗ് ഒഴിവാക്കുക, ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യുക, പിന്നെ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്, പിന്നെ നമ്മൾ ഡസ്റ്റ്, കെമിക്കൽസ്, ഇവിടെ നമ്മുടെ കോഴ്സസ് പറഞ്ഞില്ലേ, ഇതൊന്നൊക്കെ വരാതെ നമ്മൾ സ്വയം സെൽഫ് കെയർ ചെയ്യുക. ഓക്കെ, അടുത്തതാണ് ഓക്സിജൻ തെറാപ്പി. അതായത് നമുക്ക് എക്സ്ട്രാ ഓക്സിജൻ ലങ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യുക, ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുക. അതിനാണ് ഓക്സിജൻ തെറാപ്പി എന്ന് പറയാം. അടുത്തത് മെഡിക്കേഷൻസ് ആണ്. മെഡിക്കേഷൻസിൽ വരുന്നതാണ്, ഡിഫറെൻറ്റ് മെഡിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്. കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ്. കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ലോങ് ആക്ടിങ് ബ്രോങ്കോ ഡയലേറ്റേഴ്സും അതുപോലെ തന്നെ ഇൻഹെയിൽഡ് ഗ്ലൂക്കോ കോർട്ടിക്കോസ്റ്റിറോയിഡ്സും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അത് ഏത് കണ്ടീഷനിൽ, നമ്മുടെ FEV ഉണ്ടല്ലോ, അതായത് ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ വോളിയം, അത് ലെസ് ദാൻ 60 ml, നോട്ട് ലെസ് ദാൻ 60 ml, ആ ഒരു കണ്ടീഷനിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ലോങ് ആക്ടിങ് ബ്രോങ്കോ ഡയലേറ്റേഴ്സും അതുപോലെ തന്നെ ഇൻഹെയിൽഡ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സും കൂടി കമ്പൈൻ ചെയ്ത് കൊടുക്കും. ലോങ് ടേം ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ഫോർ പേഷ്യൻറ്റ്, ആസ്മയും COPD ഒക്കെ ഉള്ള പേഷ്യൻസിന് ലോങ് ടേം ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ്. ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രോങ്കൈ മസിൽസിനെ ഡയലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. അത് എയർവേസിനെ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതിലുള്ള ഡ്രഗ്സ് ആണ് β2 സിമ്പതോമിമിറ്റിക്സ്, ആൻറ്റി കൊളിനർജിക്, മീഥൈൽ സാൻഡിൻ. ഇതിൻ്റെയൊക്കെ മെക്കാനിസം വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നോക്കിയിട്ടുണ്ട്, ആസ്മേൻ്റെ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. അതിലെ സെയിം മെക്കാനിസം നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ലോങ് ആക്ടിങ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബ ഉണ്ട്, ലാമ, അതായത് ലോങ് ആക്ടിങ് β2 അഗോണിസ്റ്റ്, ലോങ് ആക്ടിങ് മസ്കാർണിക് ആൻറ്റഗോണിസ്റ്റ്. ഓക്കെ, ലോങ് ആക്ടിങ് β2 അഗോണിസ്റ്റും ലോങ് ആക്ടിങ് മസ്കാർണിക് ആൻറ്റഗോണിസ്റ്റും. ഓക്കെ, മാറിപ്പോവരുത്, ലാബ, ലാമ.
ലാബേൻ്റെ എക്സാമ്പിൾസ് ആണ് സാൽമെട്രോൾ. സാൽമെട്രോൾ നമ്മൾ ലോ റിസ്ക് അല്ലെങ്കിൽ ലെസ് സിംറ്റംസ് ഉള്ള കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുക. അതിൽ ഡ്രഗ്സ് ആണ് വിലാൻഡറോൾ പ്ലസ് ഇൻഹലേഷണൽ സാൽമെട്രോൾ, ആർഫോമെട്രോൾ, ഫോർമോടെറോൾ. ലാമേൻ്റെ എക്സാമ്പിൾസ് ആണ് ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ്, ആക്ലിഡിനിയം, തയോട്രോപ്പിയം ബ്രോമൈഡ്, ഗ്ലൈക്കോപൈറോലേറ്റ്. ഓക്കെ, അടുത്തതാണ് ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ആൻറ്റിവൈറൽസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ COPD എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കാരണമാണ് വരുന്നതെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ആൻറ്റിവൈറൽസ് കൊടുക്കുക. എക്സാമ്പിൾ ആണ് അമോക്സിസിലിൻ, ഡോക്സിസൈക്ലിൻ, എറിത്രോമൈസിൻ. ഓക്കെ, ഇപ്പോൾ ഇൻഫെക്ഷൻ ഇൻഫ്ലുവൻസ ആയിട്ട് മാറുകയാണെങ്കിൽ, ഈ ഒരു ഇൻഫെക്ഷൻ മാറിയിട്ട് എന്താണ് ഇൻഫ്ലുവൻസ ആയിട്ട് മാറുകയാണെങ്കിൽ നമ്മൾ ആൻറ്റി സ്റ്റെഫൈലോകോക്കൽ ഏജൻസി യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഫ്ലുക്ലോക്സാസിലിൻ. ഓക്കെ, നമ്മൾ ആ ഡ്രഗ്സ് കൊടുക്കുന്നുണ്ട് ഇൻഫെക്ഷൻ ഇൻഫ്ലുവൻസ ആയിട്ട് മാറുകയാണെങ്കിൽ. ഇൻഫ്ലുവൻസ വാക്സിനും അതുപോലെ മോണോക്ലോണൽ വാക്സിൻസ് ഒക്കെ ഇപ്പോൾ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതർ ഏജൻസ് ആണ് റോഫ്ലൂമിലാസ്റ്റ്. റോഫ്ലൂമിലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോസ്ഫോഡയസ്റ്ററേസ് 4 ഇൻഹിബിറ്റർ ആണ്. സിവിയർ COPD കണ്ടീഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് ഇൻഫ്ലമേഷനെ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ, CAMP ലെവലിനെ അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, CAMP ലെവലിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻഫ്ലമേഷൻ കണ്ടീഷൻസിനെ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ് വെയിറ്റ് ലോസ് ഉണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടാവും, നോസിയ ഉണ്ടാവും, ഡയറിയ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നോക്കിയത്, ഇന്നത്തെ ഒരു ചെറിയ ടോപ്പിക്കാണ് COPD. എന്താണ് COPD നോക്കി, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്, പിന്നെ അത് എന്തുകൊണ്ടാണ് വരുന്നത്, അതിൻ്റെ കോസസ് നോക്കി, സിംറ്റംസ് നോക്കി, ട്രീറ്റ്മെൻറ്റ്. നമ്മളതിനെ ഇറിവേഴ്സിബിൾ ആണ്, ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. സിംറ്റംസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനും ഒക്കെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുക. പിന്നെ അതിൽ മാനേജ്മെൻറ്റിന് നമ്മൾ സെൽഫ് കെയറും ഓക്സിജൻ തെറാപ്പിയും നോക്കി. മെഡിക്കേഷൻസിൻ്റെ കേസിൽ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ്, ബ്രോങ്കോ ഡൈലേറ്റേഴ്സ്, ലോങ് ആക്ടിങ് ബ്രോങ്കോ ഡൈലേറ്റേഴ്സ്, അതിൽ ലാമ. പിന്നെ ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ആൻറ്റിവൈറൽ അതർ ഏജൻസ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വീണ്ടും വരാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.